നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാജസ്ഥാനിലെ മൂന്നാമത്തെ ദിവസമാണ്. ഉദയ്പൂരാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഉദയ്പൂരിലെ കൊട്ടാരവും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കൊട്ടാരം കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന എൻട്രൻസിന്റെ സ്ഥലത്ത് തന്നെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അപ്പം ഇതാണ് നമ്മൾ മെയിൻ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു വലിയ കൊട്ടാരത്തിൻ്റെ ഒരു പോർഷൻ. ഈ കൊട്ടാരത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വലിയൊരു ലേക്ക് കാണാനായിട്ട് സാധിക്കും. താഴേന്ന് നമ്മളിങ്ങനെ മേളിലേക്ക് കയറി പോവുകയാണ് ചെയ്യേണ്ടത്. കൊട്ടാരം കുറച്ച് മേളിലാണ്. താഴേന്ന് നമുക്കിങ്ങനെ റോഡുണ്ട്. അതുപോലെ ചില വണ്ടികൾ മാത്രമായിരിക്കും കടത്തി വിടുന്നത്. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ തലമുറയിൽപ്പെട്ട ആളുകളുടെ തലമുറകൾ ഇപ്പോഴും അവിടെ ജീവിച്ച് വരുന്നുണ്ട്. ഒരു പോർഷൻ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് കയറണമെങ്കിൽ സ്പെഷ്യൽ നമുക്ക് ടിക്കറ്റിനൊക്കെ എമൗണ്ടൊക്കെ കൊടുത്തിട്ട് വേണം കയറാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ലേക്കാണ്. ഈ കൊട്ടാരം രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചൂട് കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്കൊക്കെ ചൂട് കൂടുമ്പോൾ അവർ ലേക്കിൽ കൊട്ടാരത്തിലായിരിക്കും പോയിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പോർഷൻ. നമ്മളിപ്പോൾ കാണുന്നത് ഒരു വലിയ ഹോട്ടലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഭയങ്കര 7 സ്റ്റാർ ഹോട്ടലാണ്. 1 lakh എന്തുവാണ് അവിടെ ഒരു ദിവസം നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റെൻറ്റ് വരുന്നത്. ിലേക്കൊന്നും നമുക്ക് എന്തില്ല, നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കൊട്ടാരങ്ങളൊക്കെ എപ്പോഴും ഏറ്റവും ടോപ്പിലായിരിക്കും. നമ്മൾ ഒരുപാട് നടന്ന് വേണം അങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ പണ്ട് ആനകളും കുതിരകളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലോപ്പിൽ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം രാജാക്കന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ. അവരെ പെട്ടെന്ന് തന്നെ വെളിയിൽ നിന്നുള്ള ആളുകൾ എനിമീസ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സേഫ് ആയിട്ടിരിക്കാനാണ് അവർ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. കയറി വരുന്ന സ്ഥലത്തൊക്കെ പണ്ടത്തെ കാലത്ത് ഇവിടെയൊക്കെ എന്തുണ്ടാവും, ഭടന്മാരുണ്ടാകും അല്ലേ. ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് കുറച്ചധികം നടക്കാനുണ്ട്. ചില വണ്ടികളുണ്ട്, അത് നമുക്ക് അവിടെ പെർമിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവരതിനുള്ള വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഞങ്ങളൊരു രസത്തിന് വേണ്ടി എല്ലാവരും കൂടി ഓടിയൊക്കെയാണ് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ആർക്കിടെക്ചർ തന്നെയാണ്. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ കോട്ടകളുടെ നാടാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്സും അതുപോലെ കയറി വരുന്ന എൻട്രൻസിലൊക്കെ ഈ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും. ഇതിൽ കണ്ട ഒരു കുന്തം പോലെ ഇരിക്കുന്ന സാധനം, അത് എനിമീസ് വരുമ്പം ആനകൾക്കൊക്കെ മറിച്ചിടാൻ പറ്റാത്ത രീതിയിൽ, അതായത് അവരങ്ങനെ കുത്താൻ വല്ലതും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കുന്തം പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ നോക്കിക്കുക ആ ഒരു കളറൊക്കെ അല്ലേ, എന്ത് ഭംഗിയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഈ ഒരു ആർക്കിടെക്ചർ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ധാരാളം സ്പോട്ടുകൾ അവിടെ ഉണ്ട്. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതുപോലെ ഇതും മറ്റൊരു പോർഷനാണ്. നമ്മുടെ അവിടെ കാണപ്പെടുന്ന രാജാവിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നല്ല വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ സാധിക്കും. ഇവിടെയും അതിമനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബോട്ട് എടുത്ത് അപ്പുറത്തേക്ക് പോകാം. അപ്പുറത്ത് നമുക്ക് കാണാനുള്ളത് മ്യൂസിയമാണ്. രാജാക്കന്മാരും രാജ്ഞികളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പലതരം കാര്യങ്ങളും സീനറീസും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും.
അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷോർട്സ് എടുക്കലും വീഡിയോ എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ തന്നെയായിരുന്നു. ഇത് നമ്മൾ കാണുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫർണിച്ചേഴ്സും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ രാജ്ഞി ഇരുന്ന് മറ്റേ പല്ലക്കാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഞാൻ ആ ചരിത്രമൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. അവിടെ പോയാൽ നിങ്ങൾക്ക് അതേപോലെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ സംഭവങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പറയാനല്ലല്ലോ ഇവിടെ. അതാണ്ട് ഈ ഒരു കൊത്തുപണി എന്ത് ഭംഗിയാണല്ലേ. കല്ലിലാണ് കേട്ടോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് മീൻസ് മേഡപ്പ് ഓഫ് കല്ലാണ്. നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ഓരോ ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഫ്ലോറൽ വർക്ക്സും ഒക്കെ അതിമനോഹരമാണ്. നമുക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടംപോലെ എടുക്കാം. അതേപോലെ ആ ഒരു കല്ലിൻ്റെ ആ ഒരു ആർക്കിടെക്ചറിലെ എന്ത് ഭംഗിയാണ്. റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയതൊരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഗാർഡൻ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടെയിൻസും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മേജറായിട്ടും അവിടെ പോയി റെസ്റ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് ഏരിയ ഉണ്ട്, ഗ്രീൻ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുല്ലിലൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ്. കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നടുക്ക് കാണുന്നത് വാട്ടർ ഫൗണ്ടെയിൻ ആണ്. അതിന് ചുറ്റും നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. യെസ്, അവിടെ തന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ, മൊത്തം റീൽസും ഫോട്ടോസായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, റീൽസിന് വേണ്ടി എടുത്ത ഫോട്ടോസൊക്കെയാണ് ഞാൻ പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരു കുളം, ചെറിയൊരു കുളം, അതിൽ മൊത്തം പച്ചല, നമ്മുടെ ആമ്പൽപ്പൂ പോലത്തെ വാട്ടർ ഫ്ലവേഴ്സൊക്കെ ഒരുപാട് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പിടിച്ചടാ, ഈ യെല്ലോ കളർ പിടിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉദയ്പൂർ വീഡിയോയോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. നെക്സ്റ്റ് വീഡിയോയിലും വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.